അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? ഇപ്പോൾ നമ്മൾ ഗുണാക്കേവിൽ എത്തിയിട്ടുണ്ട്. ഗുണാക്കേവ് ഇത് ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഏകദേശം ഇതേ സമയം പെരുന്നാൾ സീസണായിരുന്നു. ഇങ്ങോട്ട് വന്നു, പക്ഷേ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, അത്രയും ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളിത് കണ്ടിട്ടേ പോവുള്ളൂ. ഷിയാബിൻ്റെ ആഗ്രഹമാണ് ഗുണാക്കേവ് അല്ല പൂമ്പാറ കാണാനാണ് ഷിയാബ് വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ പൂമ്പാറയിൽ പോകും. പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങൾ ആരും കാണാത്ത തന്നെയാണ്. അപ്പോൾ ഏതായാലും നേരെ അങ്ങോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ ഗുണാക്കേവ് എത്തിയിട്ടുണ്ട്. ഗുണാക്കേവ് നല്ല തിരക്കാണ്, നല്ല ആൾക്കാരുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 10:45, രാവിലെ 10:45. നല്ല കോടണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല തണുപ്പാണുള്ളത്. ഇപ്പോൾ ഗുണാക്കേവ് കയറാൻ ഒരാൾക്ക് 10 രൂപയാണ് ചാർജ്. എന്താണ് മൂടോട്ട്? ഫാൻ ഇട്ടല്ല, ട്രൗസർ ഇട്ടിട്ട് എമ്മിട്ടുണ്ട്. തണുപ്പാട്ടി കൂടെ കയറുന്നുണ്ട്. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കും. അമ്മ എങ്ങോട്ടാ പോകുന്നത്? നമ്മളുള്ളത് എന്താ ഗുണാക്കേവ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കോടയാണ്. ഡെയിലി ഉണ്ടല്ലോ കോട. എപ്പോഴെങ്കിലും കയറി സംഭവം. നമുക്ക് ഇന്നും നിലയായിട്ട് നന്നായിട്ട് കോട കിട്ടി. ഇന്നലെ പകലും കിട്ടി, ഇന്നും കിട്ടി. നല്ല തണുപ്പാണ്. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പൊ എല്ലാവരും സൂപ്പർ ക്ലൈമറ്റ് ആണ്. നല്ല തിരക്കുണ്ട്. വരുവാണെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം തീർച്ചയായിട്ടും. ഓക്കെ, പൂമ്പാറയിലേക്ക് പോകുന്ന വഴി. അഫ്സലേ, സ്ഥലം എങ്ങനെയുണ്ട്? അമേസിങ്, പൊളിയാട്ടോ മക്കളെ. കാണിച്ചു കൊടുക്കുന്നത് സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേര് പൂമ്പാറയ്ക്ക് പോകുന്ന വഴിയാണ്. നല്ല ബ്ലോക്കാണ്. പോകുന്ന വഴി എന്താ പറ്റിയെന്നറിയില്ല. പോയോക്കട്ടെ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് ഇത്രയും ബ്ലോക്ക് വരാൻ കാരണം. അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ. പൂമ്പാറ റൂട്ടിലാണ്. കൊടൈക്കനാൽ ആപ്പിള് പൊളി. നല്ല മധുരം ഉണ്ട് അല്ലേ? സൂപ്പർ ആപ്പിള്. ഇതാണ് പൂമ്പാറയുടെ ഭംഗിട്ടാ. പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ ആളുകൾ വരുന്നത് ഇത് കാണാൻ. ഈ ഗ്രാമങ്ങൾ, തട്ടായിട്ടുള്ള ഗ്രാമങ്ങൾ, പാടങ്ങളായ എന്തായാലും കാണാനുള്ള ഭംഗി തന്നെയാണ് സംഭവ സ്ഥലം. വേറൊന്നും കാര്യമായിട്ടില്ല. ഈ ഒരു സംഭവം മാത്രമേ ഇവിടെ ഉള്ളൂ. പൂമ്പാറ ഗ്രാമമാണ്, ടൗണാണ് ഈ കാണുന്നത്. നിറയെ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കാണാൻ കുറച്ച് സ്ഥലം അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല കാര്യമായിട്ട്. കാണാൻ കുറച്ച് ഭംഗിയുള്ള കുറച്ച് ഗ്രാമങ്ങളുണ്ട്, അത്രമാത്രം. ഇവിടെ നമ്മൾ ഫ്ലവറൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ നിറച്ച് നടത്താൻ പറ്റും. അതാണ് അവർ പറഞ്ഞത്. എന്താ ഫ്ലവർ ഉണ്ടല്ലോ, മാല, അത് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുപോയി ചാർത്താൻ. അതാണ് ഫുള്ള് വെക്കുന്നത്, കണ്ടില്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾ പോണത് മാനവന്നൂർ കട്ടാ. മാനവന്നൂർക്ക് പോകുന്ന വഴിയുള്ള നല്ല അടിപൊളി കാഴ്ചയാണിത്. ഭയങ്കര രസമാണ് കാണാൻ തന്നെ. നോക്കുന്ന സമയത്ത് തന്നെ സൂപ്പറാണ്. ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിലിട്ടാ, പറയാതിരിക്കാൻ വയ്യ, അത്രയും രസമുണ്ട് റൂട്ടാണ്. അങ്ങനെ ഞങ്ങൾ മന്നവന്നൂർ എത്തിയിട്ടുണ്ട്. ഇത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അകത്ത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്നൊക്കെ കഴിഞ്ഞാൽ അകത്ത് പോയി നോക്കിയാലേ അറിയുള്ളൂ. ഏതായാലും പോയി നോക്കാം.
അകത്തേ കയറാൻ ഒരാൾക്ക് 30 ഉറുപ്പിക ചാർജ് ചെയ്യുന്നത്. പോണ വഴിയിൽ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പലഹാരങ്ങളും മറ്റു സാധനങ്ങളൊക്കെ. മാനന്നൂർ നമ്മളിപ്പോ വനന്നൂരാണുള്ളത്. മാനന്നൂരല്ല, മാനവന്നൂർ. സ്ഥിരമായിട്ട് കൊടൈക്കനാൽ കണ്ട് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും അവിടെ ഷേപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട്? അവിടുന്ന് ഇങ്ങോട്ട് എന്താ 50-60 കിലോമീറ്റർ നമ്മളെ കൊടൈക്കനാലിൽ കൊടൈക്കനാൽ ഇങ്ങോട്ട് 10-30 കിലോമീറ്റർ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ആ, ഇത് നമ്മളിഞ്ഞ് പോണത് വനമന്നൂർ മറ്റേ ലേക്ക് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, കൊട്ടവഞ്ചി ഉണ്ട്. കുറച്ച് കുറഞ്ഞിക്കണ്. ഇനി വൈകിട്ട് കൂടുന്ന് പറയുന്നുണ്ട്. സമയം കൊടുക്ക്. ഒരു 5 മണിയോടുകൂടി കൂടും. ഇപ്പൊ സമയത്തുള്ള കൂടെ കിടക്കുന്നുണ്ട് 3 മണി 2:30 2:30 മണി. കൂടെ കിടക്കുന്നുണ്ട് ആഫ്സിൽ നന്നായിട്ട്. ജിമ്മിന് വന്നോണ്ട് ആ പ്രശ്നം വരുന്നില്ല. ശരിക്കും ഇതൊരു പടച്ചോൻ്റെ മനോഹരമായൊരു സൃഷ്ടി തന്നെ പറയട്ടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ പുല്ലുകൾക്കിടയിലൂടെ ഈ പുഴയും അതുപോലെ തന്നെ ഈ ചെരിവും കുന്നും മരങ്ങളും അടിപൊളി തന്നെ സൂപ്പറായിട്ടാണ്. വെച്ചാൽ പുറത്തൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുത്ത ഫീലിങ്സ് ആയിരിക്കും കാണുമ്പോൾ. ഇപ്പോൾ എന്തൊക്കെ ഒരു ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ വന്നു കഴിഞ്ഞാൽ പറയണ്ട, അവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഓടിപ്പാഞ്ഞ് കളിക്കാൻ പറ്റിയ സ്ഥലം കൊടൈക്കനാൽ ഇതേ ഉണ്ടാവുള്ളൂ. അത്രയും മനോഹരമായ സ്ഥലം. ഒരു പക്ഷേ കൊടൈക്കനാൽ അടിപൊളി സ്ഥലം തന്നെ ആയിരിക്കും. വെള്ളത്തിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കല്ലുകൊണ്ട് എറിയട്ടാ. ഈ അറിയോ നേരെ കാണിച്ച എറിയാണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുഴപ്പമുണ്ടാവില്ല. എറിഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല, അതിനെ പറ്റിച്ച് പേടിക്കണ്ട. ഭയങ്കര സ്റ്റെപ്പാണ് പോയത്. കൂളിംഗ് ഗ്ലാസ്സിൽ ആ ഭക്ഷണം എനിക്കറിയില്ല. ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ചിക്കൻ റൈസ്, ചിക്കൻ നൂഡിൽസ്, ചിക്കൻ ബിരിയാണി. ഇതൊരു വെറൈറ്റി ഫുഡാണ്, സ്പെഷ്യലാണ്. ആ കല്ലമ്മ കൊണ്ടുവച്ചിട്ടുണ്ട്. കവർ വേണോ? ആ കവർ വെച്ച് മുറിക്കാം. അപ്പോൾ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അഫ്സൽ എന്താ മുറിക്കാൻ പോണത്? കവർ അവിടെ എടുത്തോ. കവർ വെച്ച് മുറിച്ചാൽ വെള്ളം ട്രജഡി. അതെന്ത് വെള്ളമായി? അത് മറ്റേ വെള്ളടാ. അത് കേക്ക് ആപ്പിൾ കേൾക്കാണല്ലോ. അല്ലല്ല, ആണ്. അത് മറ്റേ സുർക്കൻ്റെ വെള്ളം, നെല്ലിക്കൻ്റെ. ചുവപ്പുണ്ടോ നോക്കണം ആദ്യം. ഇല്ലെങ്കിൽ അന്നടുത്ത് താഴത്ത് കണ്ടിട്ടു. ഞാൻ എൻ്റെ ഒരു വാക്ക് പറഞ്ഞിരിക്കണേ, ചുവപ്പ് ഇല്ലാണ്ട് കണ്ടിക്കണേ. അതാണ് ഡയലോഗ്. എന്ത് ചുവപ്പാണ് വേണ്ടത് അഫ്സലേ? ഇജ്ജ് പറയ്. ആ സൂപ്പർ സാധനല്ലേ? നല്ല മധുരമുണ്ട്. ആശാദ് വിചാരിക്കണ്ടോ വേണ്ടാതെ നമ്മൾ തിന്നുമ്പല്ല മുറിച്ച മുമ്പ് തിന്ന് തീരുന്നുള്ളത്. ഒന്നൊരു പ്രശ്നമില്ല. ഇല്ലേ? ആശാദ് മുത്താടാ, മണിമുത്ത്. ഇജ്ജ് മാത്രം തിന്നാ മതിയാ? ഈ ചെക്കനക്ക് വേണ്ടേ? ഇപ്പം എനിക്ക് വേണ്ടേ? എങ്ങനെയാ നമ്മളെ സാധനല്ലേ? ഇതിൻ്റെ ഓരോടക്ക് മാങ്ങ മുറിച്ചിരുന്നപ്പോ മാങ്ങ കുടിക്കണം. അങ്ങനെ നമ്മള് എന്ത് കുടിക്കാണ്? കള്ള്, വനങ്കള്ള്. ആകെ കുടിക്കണ മാത്രം എടുക്കണം. ചക്കരെല്ലാം ചേർത്ത് ഇതാണ് പനനുങ്ക് വെള്ളം കേട്ടാ. സൂപ്പർ സാധനം. പേര് മാറ്റി. അതൊക്കെ അറിയാം എനിക്ക്. അല്ല കുടിക്കാനാണ് ഉഷാറാണ്. കുടിക്കണവർക്ക് അതായിട്ട് അറിയാം. അന്ന് കുടിച്ച മാതിരി തന്നെ സാധനം. അന്ന് അവിടെ നമ്മൾ കുടിച്ചില്ലേ? അടിപൊളിയാ, അടിപൊളിയാ. വെള്ളം കുടിച്ചു. ഞാൻ മുന്നാടി ചോദിച്ചില്ലേ? കുറച്ചും കൂടെ ചോദിച്ചു. അല്ല, ഫ്രീ ആയിട്ട് ചോദിച്ചാണ്. പനങ്കള്ള്, പിന്നെ നമ്മളെ തലൈവർ ആ കട്ടുപ്പാറ അസൈനാർ കുടിക്കാൻ പോവാണ്. സ്ഥിരം പിന്നെ അത് കുടിക്കണോണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വടിവേല് കുടിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? നീ പുതുസാ നല്ല